മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനെ റിയാസൊക്കെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ജർമ്മനിക്ക് ചെല്ലണം എന്ന് പറയുമ്പം അനന്തും ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല, അങ്ങനെ പോയാൽ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ആകെ അവതാളത്തിലാവുമെന്ന് പറയുമ്പം അനന്തു ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട്. എന്തായാലും നീ വന്നേ പറ്റൂ, അവിടെ ഓഫീസിലെ ആളുകളെയൊക്കെ നിയമിച്ചിട്ടുണ്ടല്ലോ, അവർ നോക്കിക്കോളും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് ഒരാഴ്ച കൂടുതലൊന്നും അങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ ലേഖയാണെങ്കിൽ പറയുന്നുണ്ട് ഒരാഴ്ചയൊന്നും പോരാ കണ്ണേട്ടാ, എങ്ങനെയും 1.5 മാസമെങ്കിലും നമ്മളവിടെ നിൽക്കണം, അത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഞങ്ങളും ഇങ്ങോട്ട് തന്നെ വരാം, നമുക്കിവിടെ എല്ലാവർക്കും കൂടി സെറ്റായിട്ട് ജീവിക്കാമെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ്, ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് എവിടെയെങ്കിലും ഒരുമിച്ച് വീടൊക്കെ പണിത് താമസിക്കാമെന്ന് പറയുന്ന സമയത്ത് ലേഖ പറയുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്തായാലും കണ്ണേട്ടനും മഹിക്കും ജനിക്കുന്ന കുഞ്ഞിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ, ആ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലെ ഞങ്ങൾക്ക് വളർത്താലോ എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അത്രയ്ക്ക് നിരാശയുടെ കാര്യമൊന്നുമില്ല ലേഖ, ഞങ്ങൾ അതിലും വലിയ നിരാശയിലല്ലായിരുന്നോ, ഇപ്പം ഞങ്ങളുടെ ജീവിതം കളറായില്ലേ, അതുപോലെ തോമസ് ഡോക്ടറുടെ ചികിത്സയിൽ നിങ്ങൾക്കും ഗുണമുണ്ടാവുമെന്ന്. ആ സമയത്ത് ലേഖ പറയുന്നുണ്ട് അതിലൊന്നും ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയില്ല കണ്ണേട്ടാന്ന്. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല ലേഖ, എന്തായാലും തോമസ് ഡോക്ടർ തന്നാൽ മരുന്ന് ലേഖ കഴിക്കണില്ലേ എന്ന് ചോദിക്കുമ്പം കഴിക്കുന്നുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമുണ്ടെന്ന് തോന്നണില്ല, ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണമെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മിയും കണ്ണനും ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗയാണെങ്കിൽ കമലേശ്വരത്തേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഉണ്ണി വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ മഞ്ജുവിനെ കാണാൻ പോയിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം ഞാൻ കാണാൻ പോയതേ അബദ്ധമായി, അവൾക്കും അവനും ഭയങ്കര അഹങ്കാരമാണ്. ആ സമയം ഉണ്ണി പറയുന്നുണ്ട് എങ്ങനെ അഹങ്കരിക്കാതിരിക്കും, ഇപ്പോൾ കണ്ണേട്ടനും മേടത്തെയും അവൾക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ തന്നെ അവളെ കണ്ണേട്ടൻ്റെ കമ്പനിയിൽ ഏതോ നല്ല ജോലിയിൽ നിയമിച്ചിട്ടുണ്ടെന്നാണ് കേട്ട്, അപ്പോൾ പിന്നെ അവൾക്കും അവനക്കും അഹങ്കരിക്കാൻ പാടില്ലേ, അതുമാത്രമല്ല കണ്ണേട്ടനും എടുത്തേക്കും കുഞ്ഞുങ്ങളുണ്ടാവില്ല, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞേക്കണ കരുണയ്ക്കും പെട്ടെന്നൊന്നും കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്നാ, ഇപ്പോൾ തന്നെ മഞ്ജുവിൻ്റെ കുഞ്ഞിനെ അമ്മ നശിപ്പിച്ചെങ്കിലും ഇനിയും മഞ്ജുവിന് കുഞ്ഞുങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്, ആ കുഞ്ഞായിരിക്കും ഇനി കമലേശ്വരത്തെ സ്വത്തിൻ്റെ അവകാശി, ആ ഒരു അഹങ്കാരമായിരിക്കും അവനും അവളും അമ്മയോട് കാണിച്ചതെന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് ആ സാഹറിൻ്റെ കുഞ്ഞിനെ മഞ്ജു പ്രസവിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല, ഇനി അവൾ പ്രഗ്നൻ്റ് ആയാലും ആ കുഞ്ഞിനെ ഞാൻ നശിപ്പിച്ചിരിക്കും, കമലേശ്വരത്തെ സ്വത്തിന് അവകാശമായിട്ടൊരു കുഞ്ഞ് ജനിക്കുന്നുണ്ടെങ്കിൽ അത് നിൻ്റെയും കരുണമോളുടെയും കുഞ്ഞായിരിക്കണം. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് ഇനിയിപ്പോൾ അത് അടുത്ത കാലത്തൊന്നും ഉണ്ടാവുമെന്ന് അമ്മ പ്രതീക്ഷിക്കണ്ട, കരുണയുടെയും അവളുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കയ്യിലിരിപ്പ് കൊണ്ട് കുഞ്ഞു പോയി, അതുമാത്രമല്ല ആ മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ട് കരുണയ്ക്ക് പെട്ടെന്നൊന്നും കുഞ്ഞുണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണക്കാരി ആ മഹാലക്ഷ്മിയ, അവൾ കണ്ണൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു, ലക്ഷ്മീനെയും കണ്ണനെയും കൊല്ലാൻ നോക്കിയിട്ടാണല്ലോ ആ പായസം കുടിച്ച് കരുണമോളുടെ കുഞ്ഞു പോയത്, ഇത് എന്തൊരു വിധി എൻ്റെ ഭഗവാനെ എന്നും പറഞ്ഞ് ദുർഗ പറയുന്ന സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും കണ്ണേട്ടനെ എടുത്തേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മേഘേട്ടനെ ആണെങ്കിൽ അവരെ തകർക്കാൻ ഒരുപാട് നോക്കി, ഇപ്പോൾ മേഘേട്ടൻ എവിടെയാണെന്ന് ആർക്കും അറിയ പോലുമില്ല, മേഘേട്ടൻ നാട് വിട്ടുപോയി, അതും ആ മാർക്കോയെ പേടിച്ച്, ഇനിയിപ്പോൾ കരുണയുടെ അച്ഛനെയും ആ മാർക്കോ വെറുതെ വിടുമെന്ന് തോന്നണില്ല, എന്തായാലും അവരെ കൊല്ലാൻ നടന്ന അമ്മാവനാണെങ്കിൽ ഇപ്പോൾ വീൽ ചെയറിലായി, അതുകൊണ്ട് തന്നെ ഇനി അവരെ കൊല്ലാൻ ശ്രമിക്കാതിരിക്കണേയിരിക്കും നമുക്ക് നല്ലത്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് മോനെ ശരിയാവണേ, ആ സ്വത്തുക്കൾ നമുക്ക് കിട്ടണമെങ്കിൽ കണ്ണനും മഹാലക്ഷ്മിയും ഇല്ലാതെ ആവണം, ഞാൻ ആദ്യം മുതലേ ആ സ്വത്തുക്കൾ ആഗ്രഹിച്ചാൽ ജീവിച്ചുകൊണ്ടിരുന്നത്, കണ്ണൻ്റെ അച്ഛനുള്ള കാലത്തെ കണ്ണൻ്റെ സ്വത്തുക്കൾ കണ്ടിട്ടാണ് ഞാൻ ഈ കുടുംബത്തേക്ക് വന്നത് തന്നെ, സ്വത്തുക്കളെല്ലാം കണ്ണൻ്റെ അമ്മയുടെ ആയതുകൊണ്ട് അതിൻ്റെ അവകാശി കണ്ണൻ മാത്രം, നമുക്കൊന്നും ആ സ്വത്തിലൊരു അവകാശവും ഇല്ലാന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് എന്തായാലും കുറച്ച് കാലം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും അമ്മേ, ഇനിയിപ്പോൾ കണ്ണേട്ടിന് എഴുന്നേറ്റ് നടക്കാനോ കുഞ്ഞുങ്ങളുണ്ടാവുമൊന്നും ചെയ്യില്ലാത്തത് കൊണ്ട് എത്ര വൈകിട്ടാണെങ്കിലും ആ സ്വത്തുക്കൾ നമുക്ക് തന്നെ കിട്ടും, അതൊന്നോർത്ത് അമ്മ ടെൻഷൻ ആവണ്ടാന്ന്. ഇതേ സമയം നമ്മളുടെ മോഹിനിയാണെങ്കിൽ ഫോണിൽ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് കരുണ അങ്ങോട്ട് വന്നിട്ട് അമ്മ എന്താ ഫോണും നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കണേന്ന് ചോദിക്കുമ്പം അതൊന്നുമില്ല മോളെ, അതൊന്നുമല്ല അമ്മയുടെ മൂത്ത മോള് മൂന്നാറിൽക്കൂടെ കറങ്ങി നടക്കുന്ന ഫോട്ടോയും വീഡിയോയും ഒക്കെ അമ്മയ്ക്ക് ഇട്ട് തന്നിട്ട് അത് കണ്ട് അമ്മ സന്തോഷിച്ച് ചിരിക്കണേ അല്ലേന്ന്. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട് അതൊന്നും അല്ല മോളെ, ഞാൻ വെറുതെ ഫോണിൽ ഇങ്ങനെ ഒരേ കാഴ്ചകൾ കണ്ടപ്പോൾ ചിരിച്ചു പോയതാണ്. ആ സമയം
കരുണ പറയുന്നുണ്ട് അമ്മയുടെ ഫോണൊന്ന് തന്നെ ഞാനൊന്ന് കാണട്ടെ എന്ന്. ആ സമയത്ത് മോഹിനി കരുണയോട് എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ ആകെ സ്തംഭിച്ച് നിൽക്കുന്നുണ്ട്. കരുണയ്ക്ക് ഫോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ണനും മഹാലക്ഷ്മിയും കൈകോർത്ത് നടക്കണ ആ രംഗങ്ങൾ കരുണ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, എന്തായാലും ഇത് കരുണയെ കാണിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കരുണ അമ്മ എന്ത് ആലോചിച്ച് നിൽക്കണ ഫോൺ ഇങ്ങോട്ട് തന്നേന്നും പറഞ്ഞ് ഈ മോഹിനിയുടെ ഇന്ന് ഫോൺ മേടിക്കാൻ തുടങ്ങുന്ന സമയത്താണ് പ്രതാപൻ്റെ അമ്മ വന്നിട്ട് മോളെ എന്നും പറഞ്ഞ് വിളിക്കുന്നത്. പ്രതാപൻ്റെ അമ്മയുടെ വിളി കേട്ടതും മോഹിനി പറയുന്നുണ്ട് മോളതെ അമ്മ വിളിക്കണു എന്താണെന്ന് നോക്കുന്ന. അങ്ങനെ കരുണ മോഹിനിയുടെ ഇന്ന് ഫോൺ മേടിക്കാൻ നിന്നിട്ട് വേണ്ടാന്ന് വെച്ച് മുത്തശ്ശി എന്തിനാണ് വിളിക്കണേന്നും ചോദിച്ചുകൊണ്ട് പ്രതാപൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ്റെ അമ്മയുടെ അടുത്ത് ചെന്നതും പ്രതാപൻ്റെ അമ്മ കരുണയോട് ചോദിക്കുന്നുണ്ട് ആ ദുർഗ പിന്നീട് വിളിച്ചേർന്ന മോളെന്ന് ചോദിക്കുമ്പോൾ പല പ്രാവശ്യം വിളിച്ചു ഞാനങ്ങ് ഫോൺ എടുക്കാൻ പോയില്ല. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് ദുർഗയെ വെറുപ്പിക്കണ്ടായിരുന്നു മോളെ, എന്തായാലും ദുർഗയും നമ്മുടെ ഒപ്പം തന്നെ നിൽക്കണ ആളല്ലേ, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും ദുർഗ സപ്പോർട്ട് ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ പിന്നെ ദുർഗയെ എന്തിനാ മോള് ശത്രുവായി കാണണേന്ന് ചോദിക്കുമ്പം കരുണ പറയുന്നുണ്ട് അവരും എൻ്റെ ശത്രു തന്നെയാണ്, അവരല്ലേ ഇവിടെ വന്നിട്ട് അവരുടെ മോൻ്റെ പേരിലാണ് കമ്പനിയിൽ നിന്നും എല്ലാം പറഞ്ഞത്, അവരുടെ മോനാണ് അവിടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് നടത്തണേന്ന് പറഞ്ഞിട്ട് അവരുടെ മോനാണെങ്കിൽ ആ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും വെറും ശമ്പളക്കാരൻ മാത്രം. അങ്ങനെ നുണ പറഞ്ഞ് എന്നെ മോനെയും കൊണ്ട് വിവാഹം കഴിപ്പിച്ച അവരോട് എനിക്ക് ശത്രുത തന്നെയാണെന്ന് പറയണു. ആ സമയം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് ഇനിയിപ്പോൾ മോളെന്താ തീരുമാനിച്ചേക്കണേ, ഒരിക്കലും കമലേശ്വരത്തേക്ക് തിരിച്ചു പോകണില്ല എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോകണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല മുത്തശ്ശി, എന്തായാലും കുറച്ച് ദിവസം ഞാനിവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞിട്ട് അയാൾക്ക് എന്തെങ്കിലും മാറ്റം വരുമെന്ന് നോക്കട്ടെ, അയാൾക്ക് നട്ടലുണ്ടാവുന്ന സമയത്തെ ഞാനിനി അയാളുടെ ഒപ്പം പോകണുള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വാമദേവനെയും സീമന്തിനിയാണ്. സീമന്തിനിയാണെങ്കിൽ വാമദേവനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ മേഘനെ വിളിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മേഘനെ വിളിച്ചു, അവൻ്റെ ഫോണിൽ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കണില്ല, അവനിത് എവിടെ പോയതായിരിക്കും എന്ന് ചോദിക്കുമ്പം ആ മാർക്കോയെ പേടിച്ച് നാട് വിട്ട് പോയതല്ലേ, എന്തായാലും എവിടെയാണെങ്കിലും അവനക്കൊന്ന് ഫോൺ വിളിച്ച് പറയാൻ പാടില്ലേ, നമ്മളിങ്ങനെ പെടുന്ന ടെൻഷനാവുമെന്ന് അവനക്ക് അറിയില്ലേ എന്ന് ചോദിക്കുമ്പം സീമന്തിനി പറയുന്നുണ്ട് അവനക്ക് അങ്ങനത്തെ ബോധമൊന്നുമില്ലല്ലോ, എന്തായാലും ആ മാർക്കോ അവനെ വെറുതെ വിടുമെന്നൊന്നും എനിക്ക് തോന്നണില്ല, നിങ്ങൾ ഒറ്റ ഒരു കാരണം അവൻ ഈ അവസ്ഥയിലായത്, അവനോട് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് കണ്ണനെയും മഹാലക്ഷ്മിനെയും കൊല്ലാൻ തീരുമാനിച്ചത്. എന്തായാലും ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് ഇനി കണ്ണനെയും മഹാലക്ഷ്മിയെയും കൊല്ലാൻ നടക്കാതെ അവരുമായിട്ട് സ്നേഹത്തിൽ പോവാൻ, അങ്ങനെയാണെങ്കിൽ അവനക്ക് നല്ല ജോലിയും ശമ്പളവും അതുപോലെ തന്നെ സ്വാതിയുടെ വിവാഹത്തിനുള്ള പൈസയും കണ്ണൻ തന്നേനെ, ഇതിപ്പോൾ ഒന്നുമില്ലാണ്ടായി, ഇനി മാർക്കോയെ പേടിച്ച് അവന് നാട്ടിൽ നിൽക്കാനും പറ്റില്ല, ആ പ്രതാപനും അധികം വൈകാതെ നാട് വിട്ടു പോകേണ്ടി വരുമെന്ന്. സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ അവനോട് പറഞ്ഞതല്ലേ, അവൻ കേൾക്കണ്ടേ, ഇനി ആ സ്വത്ത് മോഹിക്കണ്ടാന്ന്. എന്തായാലും മഹാലക്ഷ്മി കണ്ണൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി കണ്ണനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി, അവളാണെങ്കിൽ ദൈവങ്ങൾ കൂട്ടുള്ള പെണ്ണ, അതുകൊണ്ടാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത, ഇനിയും അവരെ എതിർക്കാൻ നടന്നിട്ടുണ്ടെങ്കിൽ മേഘൻ്റെ അവസ്ഥയും ഇതുപോലെ തന്നെയാവും, വീൽ ചെയറിൽ തന്നെ അവനും ഇരിക്കേണ്ടി വരും. എന്തായാലും കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം തിരിച്ചു വരും എൻ്റെ സീമന്തിനിന്ന്. ആ സമയത്ത് സീമന്തിനിയാണെങ്കിൽ ഇങ്ങനെ സംശയത്തിൽ നോക്കിക്കൊണ്ട് എന്ത് തിരിച്ചു വരുവാന്നാണ് നിങ്ങൾ പറയണേന്ന് ചോദിക്കുമ്പം വാമദേവനാണെങ്കിൽ ഒന്നും പറയണില്ല, എന്നിട്ടിങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കാരണം കണ്ണൻ വീൽ ചെയറിലായി, ഇപ്പം അവൻ വീൽ ചെയറിലാവാൻ കാരണക്കാരനായ ഞാനും അതേ വീൽ ചെയറിലായി, ഇനി എനിക്ക് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവില്ലാന്ന്. ഇതേസമയം നമ്മളുടെ മേഘനാഥനാണെങ്കിൽ ചായയും കൊണ്ട് വന്ന ആ ഒരു ജോലിക്കാരനെ കുറേ ചീത്ത പറഞ്ഞ് റൂമിൽ നിന്നും പറഞ്ഞു വിട്ടിട്ട് എനിക്കിപ്പോൾ വേണ്ടത് ചായയല്ല മദ്യമേ വേണ്ടതെന്നും പറഞ്ഞ് കുപ്പി എടുത്ത് നോക്കുമ്പം അതിനകത്ത് അധികം മദ്യമൊന്നുമില്ല, ഉള്ള മദ്യം കുടിച്ചിട്ട് ഇതൊന്നും പോരാ കുറച്ചും കൂടി വേണമെന്ന് വിചാരിച്ച് മേഘനാഥനാണെങ്കിൽ പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ഹോട്ടലിലെ ജോലിക്കാർ ചോദിക്കുന്നുണ്ട് സാറേ ഇതെവിടെ പോവാം, രാവിലെ തന്നെ സാറ് മദ്യപിച്ചേക്കുമല്ലോ, ഈ അവസ്ഥയിൽ പോയി ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപകടം പറ്റില്ലേന്ന് ചോദിക്കുമ്പം നീ നിൻ്റെ പണി നോക്കടാ, എനിക്കറിയാം എങ്ങനെ ജീവിക്കണം എന്നൊക്കെ, ഞാൻ എന്തായാലും പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് മേഘനാഥൻ കാറെടുത്ത് ഓടിച്ചു പോകുന്നുണ്ട്. ഈ സമയത്ത് ആ ജോലിക്കാരൻ മാനേജറോട് പറയുന്നുണ്ട് സാറേ അയാൾക്ക് ഇവിടെ റൂം കൊടുത്തത് വലിയ തെറ്റായിപ്പോയി എന്നാണ് തോന്നണേ, അയാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ അയാൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സാറിനോട് എന്ത് മറുപടി പറയുമെന്ന്. ആ സമയം മാനേജർ പറയുന്നുണ്ട് എന്തായാലും നമ്മൾ റൂം കൊടുത്തു പോയില്ലേ, ഇന്ന് നാളെ അയാൾ വെക്കേറ്റ് ചെയ്ത് പോയിക്കോളും, അതുവരെ നീ അയാളോടൊന്നും മിണ്ടാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ നമ്മളെ ആക്രമിക്കാനും സാധ്യതയുണ്ട്, കണ്ടാൽ തന്നെ അറിയാം ഒരു ദുഷ്ടന അവന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും ആനന്ദവും ലേഹയും കൂടി കൈ കോർത്ത് പിടിച്ച് റോട്ടിക്കടെ ഇങ്ങനെ നടന്നു വരാണ്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് എത്ര കാലമായിട്ടുള്ള എൻ്റെ ആഗ്രഹം ഇതുപോലെ തനിയെ നടക്കണമെന്ന്, ഇപ്പോഴാണ് അതിന് സാധിച്ച്, എന്തായാലും ഇനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും വീൽ ചെയറിൽ തന്നെ ഇരിക്കേണ്ടി വരുമെന്ന്. ഈ സമയം അനന്ത് പറയുന്നുണ്ട് അതിനല്ലേ നമ്മൾ ജർമ്മനിക്ക് പോണത്, ജർമ്മനി പോയി കഴിഞ്ഞാൽ നിനക്ക് അവിടെ ഇഷ്ടമുള്ളതുപോലെ നടക്കാമല്ലോ, അതോർത്ത് നീ ടെൻഷനൊന്നും ആവണ്ട,
പിന്നെ ഇനി കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ നീ എഴുന്നേറ്റ് നടക്കുന്ന വിവരം നിൻ്റെ ശത്രുക്കളെയൊക്കെ അറിയിക്കാം. അപ്പോൾ പിന്നെ നിനക്ക് സ്വസ്ഥമായിട്ട് നടക്കുകയും ചെയ്യാമല്ലോ. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ശത്രുക്കൾ ഈ വിവരം അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കാരണം കണ്ണേട്ടന് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. എന്തായാലും പോകുന്നിടത്തോളം നമുക്കിത് മറച്ചു വയ്ക്കാം, അത് കഴിഞ്ഞ് അറിയുകയാണെങ്കിൽ അറിയട്ടെ എന്ന് വയ്ക്കാമെന്ന്. അങ്ങനെ ഇവർ സംസാരിച്ച് നടന്നു പോണ സമയത്താണ് നമ്മളുടെ മേഘനാഥനാണെങ്കിൽ കാർ ഓടിച്ച് വരുന്ന മേഘനാഥൻ ഈ കണ്ണനെയും മഹാലക്ഷ്മിനെയും അനന്തൂനെയൊക്കെ കാണുന്നുമുണ്ട്. പക്ഷേ നല്ല എണ്ണം കുടിച്ച് ബോധമില്ലാത്ത അവസ്ഥയിലായതുകൊണ്ട് തന്നെ മേഘനാഥന് സംശയമാവുന്നുണ്ട്, ഇത് കണ്ണനല്ലേന്ന്. കണ്ണനാവാൻ വഴിയില്ല, കണ്ണൻ അങ്ങനെ നടക്കില്ലല്ലോ, ഇയാൾ നടന്നല്ലേ വന്നെ, എന്നാലും അവനെ കണ്ടിട്ട് കണ്ണനെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വേഗം തന്നെ മേഘനാഥൻ ഇവരുടെ മുമ്പിൽ കൊടുന്ന് കാറ് നിർത്തുന്നുണ്ട്. കാറ് നിർത്തി ഒരാൾ ഇറങ്ങണ കണ്ടതും മഹാലക്ഷ്മിയും കണ്ണനൊക്കെ അങ്ങോട്ട് നോക്കണ സമയത്ത് മഹാലക്ഷ്മിക്ക് മനസ്സിലാവുന്നുണ്ട് അത് മേഘനാഥനാണെന്ന്. വേഗം തന്നെ മഹാലക്ഷ്മി ഇതേ മേഘനാഥൻ എന്ന് പറഞ്ഞതും കണ്ണനും അനന്തും എല്ലാവരും ഷോക്കാവുന്നുണ്ട്. ഇനി മേഘനാഥൻ്റെ മുമ്പിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഇവരിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് മേഘനാഥനക്ക് വീണ്ടും സംശയമാവുന്നുണ്ട്, ഇത് കണ്ണൻ തന്നെയാണോ, എന്തായാലും അവൻ്റെ അടുത്തൊരു ഒന്ന് പോയി നോക്കാം, കണ്ണനൊന്നും ആയിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് മേഘനാഥനാണെങ്കിൽ കണ്ണൻ്റെയും മഹാലക്ഷ്മിയും ഒക്കെ നിൽക്കുന്ന സ്ഥലത്തേക്ക് നടന്ന് ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് കണ്ണനും മഹാലക്ഷ്മിക്കൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ മേഘനാഥൻ വേച്ച് വന്ന കാണുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അവൻ നല്ലോണം കുടിച്ച് ഫിറ്റായിട്ടാണ് വന്നേക്കണേന്ന്. അങ്ങനെ മേഘനാഥൻ അവരുടെ അടുത്ത് ചെന്നതും കണ്ണ ഇത് നീയല്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ കണ്ണൻ്റെ നേരെ വിരൽ ചൂണ്ടിയതും എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ കണ്ണനിങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ മേഘനാഥൻ സ്വയം കണ്ണനല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബോധമില്ലാണ്ട് നിലത്തേക്ക് വീഴുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.